ചരിത്രത്തിലാദ്യമായി കേരളത്തിലെ ശ്രീ ഗുരുവായൂരപ്പൻ ക്ഷേത്രത്തിൻ്റെ അതേ മാതൃകയിലും അതേ അളവിലും വാസ്തുശാസ്ത്രപ്രകാരം നോർത്ത് അമേരിക്കയിലെ ഹൂസ്റ്റൺ, ടെക്സസിൽ നിർമ്മിക്കുന്ന ശ്രീ ഗുരുവായൂരപ്പൻ ക്ഷേത്രത്തിലേക്ക് സ്വാഗതം. ജീവിതത്തിൽ ഒരിക്കൽ മാത്രം ലഭിക്കുന്ന ഈ പുണ്യകർമ്മത്തിൽ പങ്കാളികളാകാൻ നിങ്ങൾ ഓരോരുത്തരെയും പ്രത്യേകം ക്ഷണിക്കുന്നു. തെന്നിന്ത്യയിലെ ദ്വാരക എന്നറിയപ്പെടുന്ന ഒരു മഹാക്ഷേത്രമാണ് ഗുരുവായൂർ. കുരുവയൂർ വട്ടം എന്ന കോക സന്ദേശത്തിലെ ശ്ലോകത്തിൽ നിന്നാണ് ഗുരുവായൂർ എന്ന പദം ലോകത്തിൻ്റെ മനസ്സിൽ പതിയുന്നത്. എൻ്റെ പേര് ശശിധരൻ നായർ, ഇതിൻ്റെ പ്രസിഡൻ്റാണ്. കേരളത്തിൽ നിന്നുള്ള ഹിന്ദുക്കളുടെ ഒരു വലിയ സ്വപ്നമായിരുന്നു ഇവിടെ ഒരു ക്ഷേത്രം പണിയണം. ഗുരുവായൂരപ്പനാണല്ലേ ഏറ്റവും ആരാധിക്കപ്പെടുന്ന ഒരു ദൈവം. അപ്പോൾ അതിൻ്റെ പേരിൽ കൃഷ്ണക്ഷേത്രമാണ്. തന്നെയല്ല, ഇത് ഞങ്ങളെ ഏൽപ്പിച്ചതാണ്. അതായത് ഗുരുവായൂരപ്പൻ ഇവിടെ വരണമെന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ പിന്നെ ഇതിൻ്റെ സ്ഥാനം നോക്കണം. സ്ഥലം ഇവിടെ വന്നപ്പോൾ ഞങ്ങൾ 5 ഏക്കർ സ്ഥലം വന്നു. ഞങ്ങളത് മൊത്തം കാശ് കൊടുത്ത് വാങ്ങിച്ചു. അങ്ങനെപ്പോഴാണ് നമ്മുടെ കാണിപ്പയ്യൂർ തിരുമേനി ഇവിടെ വന്നത്. ഇവിടെ വന്നു അദ്ദേഹം. ഞങ്ങൾ വരുത്തണമെന്ന് വിചാരിച്ചപ്പോഴത്തേക്ക് അദ്ദേഹം ഇവിടെ വന്നു കഴിഞ്ഞു. ഞാൻ കാണിപ്പയ്യൂർ കൃഷ്ണൻ നമ്പൂതിരിപ്പാട്. കാണിപ്പയ്യൂർ തറവാട് പരശുരാമനാൽ വാസ്തുവിദ്യയ്ക്ക് വേണ്ടി നിശ്ചയിച്ചിട്ടുള്ള ഒരു കുടുംബമാണ്. അപ്പോൾ അതുകൊണ്ട് ആ കുടുംബത്തിൻ്റെ പാരമ്പര്യം നിലനിർത്തുക എന്നുള്ളതാണ് താല്പര്യം. അമേരിക്കയിലുള്ള ടെക്സാസ് സ്റ്റേറ്റിൽ ഹൂസ്റ്റൺ എന്ന സ്ഥലത്ത് ഒരു ഗുരുവായൂരപ്പ ക്ഷേത്രം നിർമ്മിക്കണമെന്ന് അവിടുത്തുകാർക്കുള്ള മോഹം ഉണ്ടായി. അപ്പോൾ അതിൻ്റെ അനുസരിച്ചിട്ട് അവിടെ പോവുകയും സ്ഥലം പരിശോധിക്കുകയും ചെയ്ത് ഗുരുവായൂരപ്പൻ അമ്പലത്തിന് എന്തൊക്കെ വേണമോ അതിനനുസരിച്ച് തയ്യാറാക്കാനുള്ളൊരു സംവിധാനമാണ് അവിടെ ഉണ്ടാക്കുന്നത്. നമ്മുടെ കേരള സംസ്കാരം ഉൾക്കൊണ്ടുകൊണ്ടും ക്ഷേത്രത്തിൻ്റെ പരിപാവനത നിലനിർത്തിക്കൊണ്ടും അമേരിക്കയിലുള്ള ആദ്യത്തെ മലയാളി ക്ഷേത്രമായിരിക്കും. ഗുരുവായൂർ അമ്പലത്തിലെ മുൻ മേൽശാന്തിയാണ് ഇവിടുത്തെ കർമ്മങ്ങൾക്ക് മേൽനോട്ടം വഹിക്കുന്നതെന്ന് പറഞ്ഞു. അത് പറഞ്ഞ അദ്ദേഹം ദിവാകരൻ നമ്പൂതിരി എന്നാണ്. അദ്ദേഹം ഗുരുവായൂർ മേൽശാന്തിയായിരുന്നു. കേരളീയ രീതിയിലുള്ളൊരു പൂജാവിധികളാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. നോർത്ത് ഇന്ത്യൻ രീതികളും നമ്മുടെ കേരള താന്ത്രിക് രീതികളായിട്ട് വളരെ വ്യത്യാസമുണ്ട്. ഗുരുവായൂരപ്പൻ എന്നുള്ളത് ആ സങ്കല്പം നമ്മുടെ കേരളത്തിൽ നിന്ന് ഉള്ളതാണ്. അപ്പോൾ അതിൽ നിന്ന് നമുക്ക് ഊഹിക്കാവുന്ന ഗുരുവായൂരപ്പൻ എന്ന് പറഞ്ഞാൽ വിരാട് സ്വരൂപമാണ്. ഈ ബ്രഹ്മാണ്ഡം മുഴുവൻ എന്നിൽ നിന്നുണ്ടായതെന്ന് ഭഗവാൻ പറയുന്നുണ്ടല്ലോ. അത് അങ്ങനെ ഒരു സങ്കല്പമാണ് ഗുരുവായൂരപ്പൻ എന്ന് പറഞ്ഞാൽ. ഈ ഗുരുവായൂരപ്പനെ പറ്റിയിട്ടുള്ള അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ആ ചൈതന്യം വേറൊരു സ്ഥലത്ത് ടെക്സാസിൽ വരികയാണെന്നുണ്ടെങ്കിൽ അവിടുത്തെ മലയാളികൾ മാത്രമല്ല അവിടെ ആ ക്ഷേത്രത്തിൽ വരുന്ന എല്ലാ ജനങ്ങൾക്കും അതൊരു വളരെ നല്ലൊരു കാര്യമാകും. അതുകൊണ്ട് എല്ലാ ഭക്തന്മാരും ആ ഗുരുവായൂരപ്പനിൽ ഭക്തി ഉണ്ടാവാനും ഇനി ഇല്ലാത്തവർക്കും ഇനി ഉണ്ടാവാനും നമ്മുടെ വരും തലമുറയ്ക്ക് അത് ഉണ്ടാവാനും എല്ലാവരും അതിൽ ഭാഗവാക്കാവണം. ആത്മാർത്ഥമായിട്ട് ഉപാസിച്ച് കഴിഞ്ഞാൽ അദ്ദേഹം ഗുരുവായൂരപ്പൻ അനുഗ്രഹിക്കാണ്ടിരിക്കില്ല എന്നുള്ള യാതൊരു സംശയമില്ല. ബാക്കി മെയിൻ ടെമ്പിളിൻ്റെ പണികൾ കേരളത്തിൽ പുരോഗമിച്ചു വരുന്നു. വർക്കുകൾ ഒരുവിധം കഴിയാറായി തുടങ്ങി. ബാക്കിയുള്ളതൊക്കെ അവിടെ ചെന്നിട്ട് അവിടെ ചെയ്യുകയും. ഇതിപ്പോൾ ഓരോ പീസാണ്. ഒരു കോല് തറയാണെന്ന് വെച്ചാൽ പാതുകം, പത്മപാതുകം, ജഗതി, അങ്ങനെ ഓരോന്നായിട്ടാണ് ഇത് ചെയ്യുന്നത്. മറ്റത് ഒരു കോല് തറയിൽ ഒരൊറ്റ കോല് ഒരു കല്ലിൽ ഇതെല്ലാം കൊത്തിയിട്ടായിരുന്നു. എല്ലാം ഒരു സമ്പൂർണമായിട്ട് അതിൻ്റെ
ആവരണങ്ങൾ വന്നാൽ മാത്രമേ അതൊരു ക്ഷേത്ര സങ്കല്പം അല്ലെങ്കിൽ ക്ഷേത്രത്തിൻ്റെ ചൈതന്യത്തിന് ഏറ്റവും ഉചിതമാവുക. എല്ലാ അവയവങ്ങളും ഉണ്ടല്ലേ ദേഹത്തിനും നമുക്ക് പ്രകൃതിക്കുമൊക്കെ യോജിക്കുക. അപ്പോൾ അതിനനുസരിച്ചിട്ടാണ് അവിടുത്തെ ഓരോന്നും ചെയ്തു വരുന്നത്. 1 വർഷം അല്ലെ 2 വർഷത്തിനകം അതിൻ്റെ കുംഭാഭിഷേകവും പ്രതിഷ്ഠയും നടക്കും. ആചാര്യന് തപസ്സുകാരിൽ ആചാര്യൻ ഉണ്ടാവണം, ആചാര്യൻ പറയുന്ന നിയമങ്ങൾ പാലിക്കണം, ഉത്സവങ്ങൾ ഉണ്ടാവണം, അന്നദാനങ്ങൾ ഉണ്ടാവണം, വേദജപങ്ങൾ ഉണ്ടാവണം. ഇങ്ങനെയൊക്കെ ഉണ്ടായെങ്കിൽ ആ അമ്പലം ചൈതന്യവത്താവാണ്ടിരിക്കില്ല. ഗുരുവായൂരപ്പൻ നമ്മളെ കാണാൻ വന്നു കഴിഞ്ഞു. അത് ഓരോരുത്തർക്കും അതിൻ്റെ അനുഭവം ഉണ്ടായിട്ടുണ്ട്. നമ്മളൊക്കെ ഈ സൗരയൂഥത്തിലാണ് നമ്മൾ ജനിച്ചിട്ടുള്ളത്. ആ സൗരയൂഥത്തിൽ ജനിക്കുന്ന എന്തൊക്കെ ശക്തികൾ നമുക്ക് വേണമോ ആ ശക്തികൾ നേരിട്ട് നമുക്ക് എടുക്കുവാൻ കഴിയാത്തത് കാരണം അതിൻ്റെ പ്രതീകങ്ങളായ ബിംബാദികളിലേക്ക് ആ ചൈതന്യം മുഴുവൻ വരുത്തി അതിൽ നമ്മൾ എന്തു ചെയ്യുന്നു? പുഷ്പധൂപ ദീപങ്ങളെ കൊണ്ട് അതിൻ്റെ എല്ലാ പഞ്ചഭൂതങ്ങളായ എല്ലാം കൂട്ടിച്ചേർത്ത് അതിലേക്ക് ആവാഹിച്ച് അതിൽ പ്രതിഷ്ഠിച്ച് ആ ശക്തി ചൈതന്യമാണ് നമ്മളിലേക്ക് പ്രതീകാത്മകമായി അവിടുത്തെ ഭക്തന്മാർക്ക് അല്ലെങ്കിൽ ആ രാജ്യത്തുള്ളവർക്ക് കിട്ടുന്നത്. അപ്പോൾ അതെല്ലാം ചേർത്തും കൊണ്ട് കിട്ടാറാക്കുക എന്നുള്ളതാണ് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ തത്വം.